അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസീൽ അസീസ് നൽകുന്ന വിശുദ്ധ ഖുർആൻ പാഠങ്ങളാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കുവാനും ശ്രവിച്ച് മനസ്സിലാക്കുവാനും ശ്രമിക്കുന്നത്. ഈ പാഠങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ പരിവർത്തനം വരുത്തുന്നില്ല എങ്കിൽ ഇത് വെറും ഒരു ആശയവിനിമയം മാത്രമായി അവിടെ അവസാനിക്കും. ആയതിനാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഫസ്തമിഉ, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചത് കേൾക്കണം എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയുണ്ട്. ഇവിടെ ബനി ഇസ്രായേൽ ജനതയ്ക്ക് സംഭവിച്ച, അല്ലാഹു തആല ആ ജനതയ്ക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ അവരിൽ നിന്നും നീങ്ങിപ്പോകുവാനുണ്ടായ സാഹചര്യത്തെയാണ് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതിൻ്റെ കാരണം, പ്രവാചകന്മാർ വന്നപ്പോൾ അവർക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന നൽകുകയോ ഉപദേശങ്ങൾ സ്വീകരിക്കുകയോ അതനുസരിച്ച് ജീവിതം നന്നാക്കുവാൻ ശ്രമിക്കുകയോ ചെയ്തില്ല എന്ന വളരെ വലിയ കുറ്റകരമായ ഒരു പ്രവൃത്തിയാണ് ഇസ്രായേൽ ജനതയ്ക്ക് സംഭവിച്ചത്. അങ്ങനെ പ്രവാചകന്മാരെ അവർ നിന്ദിക്കുക മാത്രമല്ല വധിക്കുവാനും ശ്രമിച്ചപ്പോൾ ആ അനുഗ്രഹം ആ ജനതയിൽ നിന്നും അല്ലാഹു നീക്കം ചെയ്ത് അത് പിന്നെ ഇസ്മായിലി സമൂഹത്തിലേക്ക്, ഇബ്രാഹിം നബിയുടെ മറ്റൊരു പുത്രനായ ഇസ്മായിലി സമൂഹത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ തുടരുന്ന ഈ അനുഗ്രഹത്തിൻ്റെ പ്രവാഹം വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രവചനം ചെയ്യുകയും ഓരോ നൂറ്റാണ്ടിലും അല്ലാഹു തആല അവൻ്റെ ഈ അനുഗ്രഹം ഈ സമുദായത്തിൻ്റെ മേൽ നൽകുകയും ചെയ്യുമെന്നുള്ള വാഗ്ദാനം നിലനിൽക്കുന്നു. എന്നിട്ട് കോടിക്കണക്കിനുള്ള മുസ്ലിം സഹോദരങ്ങളിൽ എത്ര പേരാണ് ഈ വിശുദ്ധ ഖുർആൻ്റെ ഈ അധ്യാപനത്തോട് മുഖാമുഖം നിൽക്കുന്നത്? ഇതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന മാനവകുലത്തിലെ നല്ലൊരു ജനവിഭാഗം ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും അവർക്ക് ലഭിച്ചു എങ്കിലും അതെല്ലാം ദുരന്തപൂർണങ്ങളായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. സമ്പത്തുണ്ട്, രാജ്യങ്ങളുണ്ട്, അവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും അവർ അനുഭവിക്കുന്നു. പക്ഷേ അവരെ നിർദാക്ഷിണ്യം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. എന്ത് ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, അള്ളാഹുവിൽ നിന്ന് നിയോഗിതരായിക്കൊണ്ടിരിക്കുന്ന നിയോഗിതരെ സ്വീകരിക്കാതെ വന്നതുമൂലം അവർ അഹംഭാവത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും തന്നിഷ്ടങ്ങളുടെയും തോന്നിവാസങ്ങളുടെയും ഒരു ജീവിതം നയിക്കുവാൻ ആരംഭിച്ചപ്പോൾ അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ മൂലം വന്നിറങ്ങുകയാണ് ഉണ്ടായത്. ഇവിടെ ഹസ്രത്ത് ഖലീഫത്തുള്ള വിശുദ്ധ ഖുർആൻ സൂറ ബഖറയിലെ 41-ാമത്തെ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഡു യു തിങ്ക് പീപ്പിൾ വിൽ അറ്റാച്ച്
ദംസെൽവ്സ് ടു സ്പിരിച്വാലിറ്റി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ജനങ്ങൾ അങ്ങ് സ്വയം ആത്മീയതയിൽ അങ്ങ് ചേർന്ന് നിന്നുകൊള്ളുവെന്ന്? ഒന്നും നൽകേണ്ടതില്ല, ഞങ്ങൾക്ക് ഖുർആനുണ്ട്, നബിവചനങ്ങളുണ്ട് എന്നൊക്കെ വെറുതെ വാഗൊണ്ട് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവർക്ക് തോന്നിയ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവർക്ക് അവരിലേക്ക് ആത്മീയത അങ്ങ് വന്നു ചേരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഡോണ്ട് യു തിങ്ക് ദാറ്റ് ദെയർ ഹാർട്ട് വിൽ ബി ഡാർക്കൻഡ് ഇൻ ലെസ് ദാൻ നോ ടൈം. അവരുടെ ഹൃദയം കടുത്തു പോകാൻ വലിയ സമയമൊന്നും വേണ്ട. നിങ്ങളങ്ങനെ ചിന്തിക്കുന്നില്ലേ? ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു കത്തിയുണ്ട്, അതിന് മൂർച്ചയുള്ളതാണ്. അത് നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മൂർച്ചയില്ലാത്തതായി മാറും. അതിൽ തുരുമ്പ് പിടിച്ച് അതിന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ നോക്കാതെ വരും. ഇതുപോലെ വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ ഖുർആനും ഈ അധ്യാപനങ്ങളും വെച്ചുകൊണ്ട് നമ്മൾ കാലത്തിൻ്റെ ഇമാമിനെ തിരിച്ചറിയുവാനുള്ള ശ്രമം നടത്തുന്നില്ല എങ്കിൽ അദ്ദേഹത്തിൽ ബൈഅത്ത് ചെയ്തുകൊണ്ട് ഇസ്ലാമിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുവാൻ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ തുരുമ്പെടുത്ത കത്തി പോലെയാണ്, പ്രയോജനരഹിതമായിട്ടത് മാറുന്നതാണ്. അങ്ങനെ വളരെ കുറച്ച് സമയം മതി നിങ്ങൾ ഇതിൽ നിന്നും അകന്നു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വഴികേടിലായി പോകുവാൻ. നിങ്ങൾ ദിവസവും നിങ്ങളുടെ കത്തി മൂർച്ചയാക്കി വെച്ചെങ്കിൽ മാത്രമേ നന്നായിട്ടത് മുറുകയുള്ളൂ. ഇതുപോലെ ആത്മീയത എന്ന് പറയുന്നത് ഇതിനെ സംശുദ്ധീകരിച്ച് നിലനിർത്തുന്നതിന് വേണ്ടി അല്ലാഹു തആല ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനങ്ങൾ അഖിലവും നമ്മുടെ നിത്യജീവിതത്തിൽ നോക്കൂ. നമ്മൾ പ്രഭാതത്തിലൊക്കെ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാവുന്ന സന്ദർഭമാണ്. ആ സമയത്ത് നമ്മളെ ഉണർത്തിയതിന് ശേഷം നമ്മളെ കർമ്മനിരതരാക്കുകയാണ്. നമ്മുടെ ശരീരങ്ങളെയെല്ലാം ശുദ്ധീകരിച്ചുകൊണ്ട് ആത്മീയമായ വെളിച്ചം പകരുന്നതിനായിട്ട് നമ്മെ ഒരുമിച്ച് കൂട്ടുന്നു. എന്നിട്ട് അല്ലാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. വളരെ വലിയ പ്രാർത്ഥനയാണ് നടത്തുന്നത്. ദൗർഭാഗ്യവശാൽ ഈ പ്രാർത്ഥന നടത്തുന്നവരിൽ ബഹുഭൂരിഭാഗം ആളുകളും ആ പ്രാർത്ഥന എന്താണ് ചെയ്യുന്നതെന്ന് പോലും അറിയാതാണ് അത് പ്രവർത്തിക്കുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നീ ഞങ്ങളെ നേർവഴിയിൽ നയിക്കണമേ എന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന ആ ദുആയിലൂടെ നേർവഴിയിലൂടെ നയിക്കുന്നതിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആല നമ്മുടെ ചോദ്യങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകുകയാണ്. അവനൊരു ദൂതനെ നിയോഗിക്കുന്നു. നേർവഴിയിലൂടെ നിങ്ങൾ യഥാർത്ഥമായിട്ടാണോ ഈ പ്രാർത്ഥന നടത്തിയതെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടില്ലേ എന്നോട്? എന്താ നിങ്ങൾ ആവശ്യപ്പെട്ടത്? ഇഹ്ദിന, നീ ഞങ്ങൾ വഴി കാണിച്ചു തരണേ, സിറാത്തൽ മുസ്തഖീം, നേർവഴിയിലൂടെ. ആ നേർവഴി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് ഒരാളിനെ നിയോഗിക്കുമ്പോൾ അത് നിങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധാർഷ്ട്യത്തോടു കൂടി അതിനെ അഭിമുഖീകരിക്കുകയാണോ ചെയ്യുന്നത്? ബനി ഇസ്രായേൽ ചെയ്തത് അങ്ങനെ ആയിരുന്നു. അങ്ങനെ അവരിൽ നിന്ന് അനുഗ്രഹം നീങ്ങിപ്പോയി. ഇങ്ങനെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവരുടെ കയ്യിലുണ്ടോ അതോ അവരിൽ നിന്ന് നീങ്ങിപ്പോയോ? അതുകൊണ്ട് മറ്റിതര വിഭാഗങ്ങളുടെ അടിമകളായി അവരെയൊക്കെ ഉടമകളാക്കി വെച്ചുകൊണ്ട് അവർ അടിമത്തത്തിന് കീഴിൽ കഴിയുകയാണ്. അവർക്ക് രാജ്യങ്ങളുണ്ട്, കൊട്ടാരങ്ങളുണ്ട്, സൗഭാഗ്യങ്ങളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അവരുടെ മേലിൽ മറ്റൊരധികാരിയുണ്ട്, ഫറോവമാർ. ആ ഫറോവമാരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ചല്ലാതെ ഒരക്ഷരം പോലും പറയുവാനോ പ്രവർത്തിക്കുവാനോ കഴിയുകയില്ല. അങ്ങനെയുള്ള അവരായി മാറിക്കഴിഞ്ഞു, അടിമകളായിപ്പോയി. അവരെ ഉടമകളാക്കുന്നതിനും അവരെ ഉത്തുംഗ സോപാനങ്ങളിലേക്ക് ഉയർത്തുന്നതിനുമായിട്ട് നിങ്ങൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി പ്രവാചകന്മാർ നിങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോൾ അവരെ നിങ്ങൾ പുച്ഛിച്ച് തള്ളുന്നു, അവരെ നിങ്ങൾ തിരസ്കരിക്കുന്നു, അവരെ നിങ്ങൾ സ്വീകരിക്കുന്നില്ല. നിങ്ങൾ എത്ര 67 രാഷ്ട്രങ്ങൾ ഭൂമുഖത്ത് മുസ്ലിം രാഷ്ട്രങ്ങളെന്ന പേരിൽ ഉണ്ടെങ്കിൽ പോലും ഒരാൾക്ക് പോലും ഈ സമൂഹത്തെയോ സമുദായത്തെയോ രക്ഷിക്കുവാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? സമ്പത്തിൻ്റെ കൂമ്പാരം ഉണ്ടായിട്ടും ഇവരെല്ലാവരും ഫറോവമാരായിപ്പോയി. ഇവർക്കാർക്കും മനുഷ്യകുലത്തെ രക്ഷിക്കുവാനോ മനുഷ്യരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനോ സാധിക്കുകയില്ല. ഇതൊക്കെ കൈയടക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾ അവരിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അവരുടെ ഹൃദയങ്ങൾ ഇരുണ്ടു പോയിരിക്കുന്നു. എന്തുകൊണ്ട്? ഈ പ്രാർത്ഥന യഥാർത്ഥമായ നിലയിലല്ല അവർ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ചതിൻ്റെ ഉത്തരം അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്, ഇതാ നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു. പക്ഷേ നിങ്ങൾ കള്ളപ്രാർത്ഥന നടത്തുക വെറും വ്യാജന്മാരായ ആളുകളാണ്. ദിസ് ഈസ് ദ മെയിൻ റീസൺ വൈ Allah has to send someone from him from time to time to illuminate these darkened hearts. ഈ ഇരുണ്ടു പോയ ഹൃദയങ്ങളെ പ്രകാശമാനമാക്കുന്നതിന് വേണ്ടി സമയാസമയങ്ങളിൽ അല്ലാഹു തആല അവനിൽ നിന്നുള്ള ദൈവിക വെളിപാടുമായിട്ട് ഇത്തരത്തിലുള്ള മഹാപുരുഷന്മാരെ ഭൂമുഖത്ത്, മഹാത്മാക്കളെ
ഭൂമുഖത്ത് ആവിർഭവിപ്പിക്കുകയും ആ സന്ദേശം അവർ നൽകുകയും ചെയ്യും. അത് സ്വീകരിക്കാതെ വരുന്ന ജനതകൾക്കും വ്യക്തികൾക്കും സംഭവിക്കുന്ന ദുരന്തങ്ങൾ അനന്തമാണ്, അത് അവർണ്ണനീയമാണ്. ഹസ്രത്ത് ഖലീഫത്തുള്ള തുടർന്ന് പ്രസ്തുത വചനത്തിലും വിശദീകരണമായിട്ട് പറയുന്നു, ഓൺലി വെരി ഫ്യൂ ഹൂ സ്ട്രൈവ് ഹാർഡ് ഇൻ ലൈഫ് ഫോർ സം പെനീസ്. വളരെ കുറച്ച് ആളുകളാണ് തങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് സമ്പാദ്യങ്ങൾ നേടുന്നതിന് വേണ്ടി കഠിനമായിട്ട് യത്നിക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ കുറച്ച് വിഭവങ്ങൾ വേണം, അതിനുവേണ്ടി നമ്മൾ കഠിനമായിട്ട് പരിശ്രമിക്കുന്നവർ വളരെ കുറവാണ്. ബാക്കിയുള്ളവരൊക്കെ അലസന്മാരാണ്. എന്തിനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ പ്രവർത്തിച്ച് അഥവാ എന്തെങ്കിലും കട്ടോ മുട്ടിച്ചോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും അത് ആ നിലയിൽ തന്നെ അങ്ങ് പോവുകയും ചെയ്യും. അതെല്ലാം അവർക്ക് തരുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? ഓൺലി വെരി ഫ്യൂ ഹൂ സ്ട്രൈവ് ഹാർഡ് ഇൻ ലൈഫ് ഫോർ സം പെനീസ് നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് വെൽത്ത്. അത് അങ്ങനെ കഠിനമായിട്ട് യത്നിക്കുന്നത് എന്താ? ധനത്തിൻ്റെ വില അറിഞ്ഞവരാണ്. അത് വളരെ ചുരുക്കം ആളുകളാണ്. ആൻഡ് ഹെൽത്ത്, അതുപോലെ ആരോഗ്യത്തിൻ്റെ വില അറിഞ്ഞവർ അതിനുവേണ്ടി പ്രവർത്തിക്കും. ധനത്തിൻ്റെ വില അറിഞ്ഞവർ അതിനുവേണ്ടി പ്രവർത്തിക്കും. ഓർ എനി ഫേവർ. ഇതൊക്കെ അവർ പരിശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയാണോ? നോ, അതിനു വേണ്ടിയല്ല. അവർ സ്വന്തം കാര്യം അല്പം നിറവേറ്റുന്നതിനോടൊപ്പം അവർക്ക് വളരെ വലിയ ഉത്തരവാദിത്വങ്ങളാണുള്ളത് സമൂഹത്തിലും. അവരുടെ സ്പൗസ്, അവരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവുണ്ട്, ചിൽഡ്രൻ, അവർക്ക് കുട്ടികളുണ്ട്, അവരുടെ കാര്യം. വെരി സ്മാൾ പ്ലോട്ട് ഓഫ് ലാൻഡ്, ഒരു ചെറിയ സ്ഥലം വാങ്ങിക്കണം, അവർക്കവിടെ താമസിക്കാനുള്ള സൗകര്യം ഒപ്പിക്കണം. ഇതൊക്കെ നമുക്ക് നേടണമെങ്കിൽ കഠിനമായിട്ട് അധ്വാനിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഇൻ ദെയർ പൊസഷൻ, അങ്ങനെ അവരുടെ പൊസഷനിൽ, അവരുടെ അധീനതയിൽ ഈ സാധന സൗകര്യങ്ങളൊക്കെ. അപ്പോൾ എന്തൊക്കെ വന്നു? ഒരു കൊച്ചു സ്ഥലം, ഒരു വീട്, ഭാര്യ, മക്കൾ, ഇവരെയൊക്കെ പോറ്റണം. അതിന് വേണ്ടുന്ന കഠിനമായ ശ്രമം നടത്തുന്ന ഒരാൾക്ക് മാത്രമേ അതൊക്കെ മാന്യമായിട്ട് നല്ല നിലയിൽ കൊണ്ടുപോകാനൊക്കെയുള്ളൂ. അതല്ല എങ്കിൽ പറയും, ഈ ദുഷ്ടന്മാരായ, ഈ ആത്മീയ ജ്ഞാനം ലഭിച്ചിട്ടില്ലാത്ത, ഈ വഴി കണ്ടിട്ടില്ലാത്ത പറയും, പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോവാ, ഇത്ര പവൻ പോയി കൊണ്ടുപോവാ, ഇത്ര ഇത് കൊണ്ടുപോവാ. എന്നിട്ട് എത്ര സഹോദരിമാരാണ്, നമ്മുടെ പെൺമക്കളെയാണ് ഈ സമൂഹം ഇതേ രീതിയിലിട്ട് കഷ്ടപ്പെടുത്തുന്നതായിട്ട് നമ്മൾ പത്രങ്ങളിലൂടെയും മറ്റു വാർത്താമാധ്യമങ്ങളിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ പരിശുദ്ധമായ അധ്യാപനങ്ങളെ ഈ ലോകം വലിച്ചെറിഞ്ഞു. ഈ ലോകത്തിനു വേണ്ടിയാണ്. നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചവരാണ് ഈ ഭൂമുഖത്ത് കഴിയുന്ന സകല മനുഷ്യരുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ഈ ലോകത്തും കഴിയുന്ന സകല മനുഷ്യരും നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ അമ്മമാരാണ്, നമ്മുടെ മക്കളാണ്, നമ്മുടെ ആ നിലയിലുള്ള ഒരു സംവിധാനം അല്ലാഹു തആല മാനവകുലത്തിനെ ഒന്നാക്കി കണ്ടുകൊണ്ട്, എൻ്റെ കുടുംബമാണ് ഭൂമിയിൽ വസിക്കുന്ന സകല മനുഷ്യരും, അവർക്ക് സതുപദേശം നൽകിക്കൊണ്ടിരിക്കുന്നു. അതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ദൃഷ്ടാന്തപരമായിട്ട് ഈ പ്രപഞ്ചം സദാസമയം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അള്ളാഹു പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നിതാ ഇപ്പോൾ പ്രഭാതമായി വരുന്നു. ആർക്ക് ഈ പ്രഭാതത്തെ നമുക്ക് സൃഷ്ടിച്ചു തരാൻ കഴിയും? എന്നിട്ട് ഒരു പകൽ നമുക്ക് പ്രദാനം ചെയ്യുകയാണ് കർമ്മത്തിന് വേണ്ടി, ജീവിതവൃത്തിക്ക് വേണ്ടി. പിന്നീട് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു രാത്രിയെ വീണ്ടും നൽകുന്നു. ഇതൊക്കെ ക്രമവൃദ്ധമായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? അത്തരത്തിൽ സദാ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു നമ്മുടെ അടുത്തുണ്ട്, കൂടെയുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ നമുക്കൊരാൾക്കെതിരായിട്ട് എന്ത് ശബ്ദങ്ങളാണ് പുറപ്പെടുവിക്കാൻ കഴിയുന്നത്? സകലതും റെക്കോർഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ സംഭവം ഇപ്പം ഇതൊക്കെ നമുക്ക് ഈ ലോകത്ത് നടത്തുവാൻ കഴിയുന്നതാണ്. ഫ്രം ദ ലിറ്റിൽ ദേ ഒബ്റ്റെയിൻ, അവർ അങ്ങനെ കഠിനമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ഇതിൽ നിന്നും, അവർക്ക് കിട്ടുന്നതിൽ നിന്ന്, ദേ മേക്ക് എ ലോട്ട് ഓഫ് ഹിദ്മത്തെ ഹൽക്ക്. ഇത്തരത്തിലുള്ള ഭക്തന്മാർ ഇങ്ങനെ സ്വന്തം അധ്വാനം ഈ രീതിയിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഭാര്യ, മക്കൾ, കുട്ടികൾ, കൊച്ചൊരു വീട്, ഇതൊക്കെ ഒപ്പിച്ചതിന് ശേഷം ഇവർക്ക് കിട്ടുന്ന ഈ ധനത്തിൽ നിന്ന് ഹിദ്മത്തെ ഹൽക്ക്, സർവീസ് ടു ഹ്യൂമാനിറ്റി, മാനവകുല രക്ഷയ്ക്കായിട്ട് സേവനം ചെയ്യുന്നവരായിട്ട് അവർ മാറുന്നു. ആൻഡ് ദേ കീപ് ഹാർഡ്ലി എനിത്തിങ് ഫോർ ദെയർ ഫാമിലി. അവർക്ക് വേണ്ടി വളരെ തുച്ഛമായ കഷ്ടിച്ച് വേണ്ടുന്ന ചില സാധനങ്ങൾ മാത്രമാണ് അവർ സൂക്ഷിക്കുന്നത്. ആൻഡ് ഫോർ ദംസെൽവ്സ് ജസ്റ്റ് ലൈക്ക് ലേഡി ഖദീജ റളിയല്ലാഹു തആല അൻഹ. ഖദീജ റളിയല്ലാഹു തആല അൻഹ നമുക്കറിയാം, മക്കയിലെ ഏറ്റവും പ്രശസ്തയായ വനിത, സ്വന്തമായിട്ട് ബിസിനസ് നടത്തിയ വനിത, ലോകത്തിൽ
ഏറ്റവും അധികം ധനാഢ്യകളിൽ ഒരു വനിത, അത്തരത്തിലുള്ള ഒരു സ്ത്രീ ഇസ്ലാം മതത്തിലേക്കും മുഹമ്മദിലേക്കും കടന്നു വന്നു കഴിഞ്ഞപ്പോൾ വന്ന പരിവർത്തനം, മാറ്റങ്ങൾ, ഇത്തരത്തിലുള്ള ഖദീജമാരാണ് ഇന്ന് ആധുനിക ലോകത്തിന് ആവശ്യമായിട്ടുള്ളത്. ആ ഖദീജമാരെവിടെ? ഇന്ന് സുഖലോലുപരായ ഒരു വലിയ ജനസഞ്ചയത്തെയാണ് നമ്മൾ കാണുന്നത്. കൊട്ടാരങ്ങൾക്ക് മേൽ കൊട്ടാരം. ഇനിയിപ്പോൾ ആകാശത്ത് വല്ല കൊട്ടാരങ്ങളും പറ്റുമെങ്കിൽ ശൂന്യാശ ആകാശത്ത് പോയി കല്യാണം നടത്തി, ഭൂമിയുടെ ജലാശയങ്ങളുടെ അന്തർഭാഗങ്ങളിൽ പോയി കല്യാണം നടത്തി എന്തൊക്കെയാണ് ഈ ലോകം കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഭൂമുഖത്ത് വസിക്കുന്ന സകല മനുഷ്യരും സമ്പന്നരായി സുഖമായി സന്തോഷമായി കഴിയുവാനുള്ള വിഭവങ്ങൾ ഭൂമിയുടെ ഉപരിഭാഗത്തും ഭൂമിയുടെ അന്തർഭാഗത്തും സമുദ്രത്തിൻ്റെ ഉപരിഭാഗത്തും ആകാശലോകത്തുമായി അല്ലാഹു തആല സൃഷ്ടിച്ച് സമഞ്ജസമാക്കി നിർത്തിയിരിക്കുകയാണ്. സമയം അതിക്രമിച്ച് പോയിരിക്കുന്നു. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.